ആ ഇന്ന് ഞാൻ ആകാശത്ത് നോക്കിയിട്ട് അമ്പിളിമാവനെ കണ്ടില്ലല്ലോ. എന്താണ്? അമ്പിളിമാമനൊന്ന് കണ്ടില്ലേ? ഇന്ന് അമ്പിളിമാമനില്ല. ഇന്ന് അമ്പിളിമാമനില്ല. ചിലപ്പോൾ കുറച്ച് സമയത്ത് കാർമേഘം വന്ന് മൂടിപ്പോകും. അത് ഒളിച്ചു കളിയുണ്ട്. ചന്ദ്രന് അമ്പിളിമാമൻ കുട്ടികളുടെ പ്രിയപ്പെട്ട ആളല്ലേ, ചിലപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് ഒളിച്ചു കളി. അമ്പിളിമാമനെ പറ്റി പാട്ടൊക്കെ പാടുമ്പോൾ അങ്ങനെയല്ല, ഒളിച്ചു കളിക്കും, കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വരും. പിന്നെ അത് കൂടാതെ ഒരു ശാസ്ത്ര തത്വമുണ്ട്. അമ്പിളിമാമൻ അതിനാണ് എന്താ പറയുക, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ. നീ ഇപ്പോൾ 4ാം ക്ലാസ്സിലല്ലേ, സ്കൂളിലെ പാഠഭാഗങ്ങളിൽ പഠിക്കും. പൂർണ്ണചന്ദ്രൻ ആകും, പിന്നെ ചെറുതാകും, പിന്നെ വലുതാകും. ഇങ്ങനെ വൃദ്ധിക്ഷയങ്ങളുണ്ട് ചന്ദ്രൻ. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് പഠിക്കലാണ്. ഇപ്പോൾ ജൂലൈ 21 ഈ മാസം ജൂലൈ 21 ഒരാഴ്ച അതിനെക്കുറിച്ച് പഠിച്ചോളൂ. ഇനി ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതേപോലെ എനിക്ക് വയലാറിൻ്റെ ഒരു പാട്ടാണ്. അമ്പിളിമാമനെ കാണാനില്ലല്ലോ എന്നല്ല നീ പറഞ്ഞത്. വയലാർ പണ്ടത് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടി ഇതേപോലെ ചന്ദ്രൻ്റെ ഈ മാറ്റങ്ങൾ കാണാണ്ടായപ്പോൾ, അമ്പിളിമാമനെ കാണാണ്ടായപ്പോൾ അമ്മോട് വന്ന് ചോദിക്കുന്ന ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരികയാണ്. ആ പാട്ട് ഇതാണ്: അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോൾ വരും, അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോൾ വരും, അമ്മിണിത്താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും, അമ്മിണിത്താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും. പണ്ട് പാടി ഉറക്കുന്നതും ഭക്ഷണം കൊടുത്തിരുന്നതും ഒക്കെ അമ്പിളിമാമനെ കാണിച്ചിട്ടാണല്ല. അപ്പോൾ കുട്ടി അത്താഴമുള്ള നോക്കുമ്പോൾ അമ്പിളിമാമനെ കാണുന്നില്ല. അപ്പോൾ ആകെ വിഷമായി. ഇന്നലെ രാവിലും കണ്ടില്ല, ഇന്നലെ നോക്കിയപ്പോഴും കണ്ടില്ല, ഇന്ന് വെളുപ്പിനും കണ്ടില്ല, ഇന്നലെ രാവിലും കണ്ടില്ല, ഇന്ന് വെളുപ്പിനും കണ്ടില്ല, അമ്മാവൻ വന്നു വിളിച്ചില്ല, കുഞ്ഞിനെ വന്നു വിളിച്ചില്ല, അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോൾ വരും, അമ്മിണിത്താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും. അത്താഴം അതിൻ്റെ ഇടയിൽ കടലില്ല. വേറൊരു ചോദ്യം ചോദിച്ചല്ലേ. അത്താഴം രാത്രി ഭക്ഷണം കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് രാത്രി ഭക്ഷണം കൊടുക്കുമ്പോൾ മുറ്റത്തൊക്കെ ഇരുത്തി അമ്പിളിമാമനെ കാണിച്ചിട്ടൊക്കെയാണ്. അമ്പിളി അമ്മാവുമ്പോൾ താഴോട്ട് പോരാമോ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ അങ്ങനെയല്ലേ. അത് തരാം, ഇത് തരാം, പായസച്ചോറ് തരാം എന്നൊക്കെ പറയുന്ന പാട്ട് കുഞ്ഞുങ്ങളെ ഉറക്കണതാണ്. ഇതിലും പറയുന്നുണ്ട് വയലാറ്: ചന്ദനക്കിണ്ണവും വെണ്ണനെയ്ച്ചോറുമായി വന്നു വിളിച്ചില്ല, അമ്മാവൻ വന്നു വിളിച്ചില്ല. കുഞ്ഞിനെ വിളിച്ചില്ലാന്ന്, എന്നെ വന്ന് വിളിച്ചില്ല, അമ്മാവൻ വിളിക്കുന്നുണ്ടെന്നൊക്കെയാണ് അമ്മ പറഞ്ഞു കൊടുക്കേ. അപ്പം അന്ന് വന്നില്ല. എന്തൊക്കെയാണ്? ചന്ദനക്കിണ്ണവും വെണ്ണനെയ്ച്ചോറുമായി അമ്മാവൻ വന്നു വിളിച്ചില്ല, കുഞ്ഞിനെ വന്നു വിളിച്ചില്ല, അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോൾ വരും, അമ്മിണിത്താരകൾ കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോൾ വരും. പോയി പഠിച്ചോ. എപ്പോഴാണ് വരിക എന്നുള്ളത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളൊക്കെ കുറിച്ച് ജൂലൈ 21 അന്വേഷിച്ച് സ്കൂളിലും യൂട്യൂബിലും പുസ്തകത്തിലൊക്കെ അന്വേഷിച്ച് എന്താണ് ഈ ചന്ദ്രൻ്റെ ഈ ചുറ്റിക്കളി, എവിടേക്കാണ് ഈ പോണത്, ഇടയ്ക്കിടെ വലുതാവണുണ്ടല്ലോ, ചെറുതാവണുണ്ടല്ലോ അല്ലേ, അതൊക്കെ പഠിക്കാം. ഈ ജൂലൈ 21 അത് കൂടി പഠിക്കാം. 4ാം ക്ലാസ്സിലായെന്നുണ്ടെങ്കിൽ അത് ലളിതമായ കഥകളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് കഥയുണ്ട്. ചന്ദ്രൻ്റെ ഒരു സഞ്ചാരത്തിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ട്. ആ കഥയൊക്കെ വായിച്ച് ലൈബ്രറിയിൽ നോക്കി ആ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചാൽ ഈ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാവും. ഓക്കെ.